ലോകത്തിന്റെ ചലനങ്ങൾ അവധാനതയോടെ വീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിഷേധിക്കാനാകാത്ത കാര്യങ്ങൾ തന്നെയാണ് ലോകത്തിന് എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത്. ഇപ്പോഴിത് അക്കാര്യങ്ങളെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ശതകോടീശ്വരനും ട്വിറ്റർ അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഉടമസ്ഥനുമായ ഇലോൺ മസ്ക് തന്റെ നിലപാട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തിൽ അങ്ങിങ്ങായി കാണുന്ന സംഘർഷങ്ങളെല്ലാം അതിശക്തമായ ഒരു ആഗോള സംഘർഷത്തിന്റെ ചെറു പതിപ്പുകളാണെന്നും അത്തരത്തിൽ ഒരു വലിയ സംഘർഷം അടുത്ത 5-10 വർഷത്തിനുള്ളിൽ ലോകത്ത് നടക്കുമെന്നുമാണ് മസ്ക് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ആഗോള ആണവ പ്രതിരോധത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് എക്സിൽ നടന്ന ഒരു ത്രെഡിലാണ് മസ്ക് ഇക്കാര്യം തുറന്ന് വ്യക്തമാക്കിയത്. യുദ്ധഭീഷണികൾ ഇല്ലാത്തതിനാൽ ലോകമെങ്ങുമുള്ള സർക്കാരുകൾക്ക് അവരുടെ ഭരണപരമായ കാര്യക്ഷമതയിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെന്ന് കാട്ടിക്കൊണ്ട് ഒരു എക്സ് ഉപയോക്താവ് ഇട്ട പോസ്റ്റിന് മറുപടി പറയുമ്പോഴാണ് യുദ്ധം അങ്ങേയറ്റം അനിവാര്യമാണെന്നും 5 വർഷത്തിനുള്ളിൽ കൂടിപ്പോയാൽ 10 വർഷത്തിനുള്ളിൽ അത് സംഭവിക്കുമെന്ന് വളരെ ലളിതമായി മസ്ക് മറുപടി പറഞ്ഞത്. വ്യക്തമായി പറഞ്ഞാൽ 2030-നും 2035-നും ഇടയ്ക്ക് തന്നെ ലോകമഹായുധം ഉണ്ടാകുമെന്നുമുള്ള സൂചനയാണ് മസ്ക് നൽകിയിരിക്കുന്നത്. തന്റെ മറുപടിക്ക് നിമിത്തമായി എക്സിൽ വന്ന പോസ്റ്റിൽ വ്യക്തമാക്കിയതുപോലെ ലോകരാഷ്ട്രങ്ങളെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന മ്ലാനത മാറ്റുവാൻ മസ്ക് പ്രയോഗിച്ച തന്ത്രമായിരിക്കാം അതെന്നും പറയുന്നവരുണ്ട്. എന്നാൽ മസ്കിന്റെ വാക്കുകൾക്ക് മുൻപേ തന്നെ അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെന്ന് ആണവായുധ ശേഖരങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പലരും പ്രസ്താവിച്ചിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളെക്കുറിച്ച് ഇലോൺ മസ്ക് മുൻപ് നടത്തിയിട്ടുള്ള മുന്നറിയിപ്പുകളുമായി ബന്ധപ്പെട്ടും ശക്തമായ ചർച്ചകളാണ് നടക്കുന്നത്. പാശ്ചാത്യം ക്രൈസ്തവ രാഷ്ട്രങ്ങളിലേക്ക് ഈ നടക്കുന്ന വൻതോതിലുള്ള കുടിയേറ്റവും ദേശീയത ഉയർത്തിയുള്ള രാഷ്ട്രീയവും കാരണം യൂറോപ്പിലും UK-യിലും ഉണ്ടാകുവാൻ സാധ്യതയുള്ള ആഭ്യന്തര യുദ്ധങ്ങളെക്കുറിച്ചും തായ്വാനെ ചൊല്ലി US ചൈന പോലുള്ള ആഗോള ശക്തികൾ തമ്മിൽ ഉണ്ടാകാനിടയുള്ള സംഘർഷങ്ങളെക്കുറിച്ചും ആണവ പ്രതിരോധങ്ങൾക്കിടയിലും വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളെ ഉദ്ധരിച്ച് ഉക്രൈൻ 3ാം ലോക മഹായുദ്ധത്തിലേക്ക് വ്യാപിക്കുന്നതിനെ കുറിച്ചും മസ്ക് മുൻപ് പലപ്പോഴായി മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. സാമ്രാജ്യങ്ങളുടെ നിഷ്ക്രിയത മാറി അവർ ശക്തമായി മുൻപോട്ട് പോകണമെങ്കിൽ യുദ്ധം അനിവാര്യമാണെന്ന മസ്കിന്റെ അഭിപ്രായത്തോട് ശക്തമായ വിയോജിപ്പുകൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ മോയി കാണാൻ കഴിയില്ല. ജനാധിപത്യ രാഷ്ട്രങ്ങൾക്ക് മാത്രമേ അണവായുധം നിർമ്മിക്കുവാനും ശേഖരിക്കുവാനും അനുവാദമുള്ളൂ എന്ന് സുരക്ഷാ ആശങ്ക കലക്ഷലായിട്ടുള്ള അമേരിക്ക പലപ്പോഴും പ്രസ്താവിക്കുകയും അതിനായി സൈനിക ശക്തികളെ വിനിയോഗിക്കുകയും ലോകത്താകമാനം 30-ലധികം തവണ ചുട്ടരിക്കാൻ പോകുന്ന ആണവായുധ ശേഖരങ്ങൾ ലോകരാഷ്ട്രങ്ങളിൽ ചിലരുടെ കൈവശം ഉണ്ടെങ്കിലും വീണ്ടും ലോകരാഷ്ട്രങ്ങൾ കനത്ത തുക മുടക്കുന്നത് ആണവായുധങ്ങൾ ശേഖരിക്കുവാനാണ് എന്ന കാര്യം നിസ്സാരവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ യുദ്ധത്തിൽ ഭാഗവാക്കുകളായ അമേരിക്ക ഇറാന്റെ ആണവായുധ കേന്ദ്രങ്ങളെ തച്ചുടയ്ക്കുവാൻ രംഗത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങളും അല്ലാത്തതും എത്രത്തോളം വ്യക്തമാണെന്ന കാര്യത്തിൽ ആശങ്കകളുണ്ട്. മസ്ക് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയാലും ഇല്ലെങ്കിലും ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. യേശുവിന്റെ ശിഷ്യന്മാർ അവിടുത്തെ മടങ്ങിവരവിനും ലോകാവസാനത്തിനും തെളിവുകൾ എന്തെന്ന് സുവിശേഷത്തിൽ യേശുവിനോട് ചോദിക്കുമ്പോൾ അതിന് പ്രധാനമായും യേശു പറയുന്ന മറുപടി നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും അവയെക്കുറിച്ചുള്ള കിംവദന്തികളെക്കുറിച്ചും കേൾക്കുമെന്നാണ്. യേശുക്രിസ്തു പറഞ്ഞ സൂചനകളും ദൃഷ്ടാന്തങ്ങളുമെല്ലാം അച്ചട്ടായി സംഭവിച്ചെങ്കിൽ ഇനിയും സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും.